ഈ സീസൺ പ്രീമിയർ ലീഗ് സത്യം പറഞ്ഞാൽ ആരാണ് ടൈറ്റിൽ എടുക്കാൻ പോകുന്നതെന്ന് പറയാൻ തന്നെ പാടാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വർഷം പ്രീമിയർ ലീഗ് ടൈറ്റിൽ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ആ ഒരു ടീമിനെ നമുക്ക് കണ്ണടച്ച് ലിസ്റ്റ് ഇടാൻ പറ്റും. അത് സിറ്റിയാണ്. സിറ്റി ഒഴിവാക്കി നമുക്ക് പ്രഡിക്ഷൻ നടത്താൻ പറ്റില്ലായിരുന്നു, കാരണം പെപ്പ് ഉണ്ടല്ലോ. പക്ഷെ ഇപ്പോ പെപ്പില്ല. 10 വർഷം സിറ്റി മാനേജ് ചെയ്തിട്ട് പുള്ളി പോയിട്ടുണ്ട്. അപ്പൊ എൻസോ മരസ്കിയാണ് ഇപ്പോ സിറ്റിയുടെ ബോസ്. അപ്പൊ സിറ്റി തീർന്നു എന്നൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞാൽ നമ്മൾ മണ്ടന്മാരാവും. പക്ഷെ സിറ്റി തന്നെ ജയിക്കും എന്നൊരു ഓട്ടോമാറ്റിക് ഫീലിംഗ് നമുക്ക് മുന്നേ ഉണ്ടായിരുന്നു, അതിപ്പോ ഇല്ല. അവിടെയാണ് ബാക്കി ടീംസിന് ഒരു ചെറിയ ഹോപ്പ് കിട്ടുന്നത്. ആർസണല് ഇവരെ സീരിയസ് കണ്ടന്റേഴ്സ് ആയിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും. പിന്നെ ചെൽസി, യുണൈറ്റഡ്, വില്ല, സ്പേഴ്സ്, ഇവരിൽ ആരെങ്കിലുമൊക്കെ ക്ലിക്കായി കഴിഞ്ഞാൽ ടൈറ്റിൽ റേസ് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. കാരണം പെപ്പ് പോയതോടെ പ്രീമിയർ ലീഗിൽ ഒരു വലിയ കാര്യം മാറി. ഇനി സിറ്റി ബീറ്റ് ചെയ്യണം എന്നല്ല, അത് മാത്രമല്ലാതെ എല്ലാവർക്കും തന്നെ നമുക്കും ചാൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്കൊരു ഹോപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ സീസൺ ടൈറ്റിൽ റേസിൽ ഒരു ടീമിനെ മാത്രം ഫോക്കസ് ചെയ്ത് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. പിന്നെ ഏത് ടീം എപ്പോഴാണ് പൊട്ടിത്തെറിക്കുകയെന്ന് നമുക്ക് പറയാനും പറ്റില്ല. സത്യം പറഞ്ഞാൽ പ്രഡിക്ഷൻ എടുക്കാൻ പോയിട്ട് നമുക്ക് അവസാനം നമ്മളായിരിക്കും പൊട്ടന്മാരാവുക. കാരണം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ. ഇനി നിങ്ങൾ പറ, ആർസണൽ വീണ്ടും ടൈറ്റിൽ എടുക്കുമോ? അതോ സിറ്റി പുതിയ മാനേജറിന്റെ കീഴിൽ തിരിച്ചു വരുമോ? അതോ ചെൽസി, യുണൈറ്റഡ്, വില്ല, സ്പേഴ്സ് ഇവരാരെങ്കിലും ഒരു പണി കൊടുക്കുമോ? കമന്റിൽ പ്രഡിക്ഷൻ ഇടുക. പിന്നെ സീസൺ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വന്ന് നമ്മളെ തന്നെ കളിയാക്കാലോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം.